ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് 2025 ജൂൺ 30 തിങ്കളാഴ്ചയാണ്. ഒരു മാസത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ്. അതുകൂടാതെ ഒരാഴ്ചയുടെ തുടക്ക ദിവസം കൂടിയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. 2 ദിവസത്തെ അവധി കഴിഞ്ഞ് നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഹൈലൈറ്റ്സിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റി ഒരു പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് പോകും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതായത് ഈ മാസത്തിനുള്ളിൽ തന്നെ നിഫ്റ്റി 26,250 കട്ട് ചെയ്യുകയും അതിനുശേഷം 40 ദിവസം ആകുന്നതിന് മുമ്പേ തന്നെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയും എന്നാണ് അനലിസ്റ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ അത് മുകളിലോട്ട് പെട്ടെന്ന് തന്നെ കയറിപ്പോട്ടെ. നമ്മുടെയൊക്കെ സ്റ്റോക്ക് ഹോൾഡിങ്സ് ഗ്രീനായി മാറട്ടെ, അഥവാ പോർട്ട്ഫോളിയോ ഗ്രീൻ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ദെൻ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ 9 വരെ എക്സ്റ്റെൻഡ് ചെയ്ത ട്രംപ് താരിഫ് ഏറെ വിവാദങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ട്രംപ് താരിഫ് ജൂലൈ 9 വരെയായിരുന്നു നീട്ടിവെച്ചത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ജൂലൈ 9 ശേഷം 25% താരിഫ് ഉറപ്പായിട്ടുണ്ടാവും, അതിലൊന്നും ഒരാളെയും എക്സ്ക്ലൂഡ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീണ്ടും അത് മാർക്കറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബെല്ലിന് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അദാനിയിൽ നിന്നാണ് ആ ഓർഡർ കിട്ടിയിരിക്കുന്നത്. 650 ബില്യൺ ആണ് രൂപയുടെ 650 ബില്യൺ റുപ്പീസിൻ്റെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ആ സ്റ്റോക്ക് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ന്യൂസിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടോറൻറ്റ് ഫാർമ, JB കെമിക്കൽസ്, ജ്യോതി CNC, ബെൽ, അലംബിക് ഫാർമ, വാരി എനർജീസ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, ഹിന്ദ് റെക്ടിഫയേഴ്സ്, ഇത്രയും കമ്പനികളാണ് ഇന്ന് ന്യൂസിൽ ഹൈലൈറ്റ് ആയി വന്നിട്ടുള്ളത്. ടോറൻറ്റ് ഫാർമ JB കെമിക്കൽസിന് 25,689 കോടിക്ക് അവർ അക്വയർ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ആ ടോറൻറ്റ് ഫാർമ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായതാണ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്ന ആ ഒരു ചാനൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതിനകത്ത് കൂടുതൽ ആൾക്കാർ എത്തിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദെൻ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവാം. ഗ്ലോബൽ മാർക്കറ്റിൽ എല്ലാം തന്നെ ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത്. US മാർക്കറ്റായാലും യൂറോപ്യൻ മാർക്കറ്റായാലും ഏഷ്യൻ മാർക്കറ്റായാലും എല്ലാം തന്നെ ഗ്രീനിലാണ്. ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് 25,735 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,754 ചെറിയ ഒരു 18 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത്. അവിടെ നിന്ന് മാർക്കറ്റ് 13 പോയിൻറ്റ് വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലോസിങ്ങിൽ ഒരു 32 പോയിന്റ് മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. സോ ഒരു പോസിറ്റീവ് വൈബ് അത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതേപോലെ കമ്മോഡിറ്റീസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കഴിഞ്ഞ ദിവസം $65 ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഗോൾഡിൻ്റെ പ്രൈസ് വീണ്ടും ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് $3,300 മുകളിലുണ്ടായിരുന്നതാണ്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് $3,270 വരെ എത്തിയിരുന്നു. അവിടെ നിന്ന് തിരിച്ച് $3,278 എത്തി. അതേപോലെ ബിറ്റ് കോയിൻ 1,05,000 ഉണ്ടായിരുന്നതാണ്. അത് കയറിയിട്ട് 1,08,557 എത്തിയിട്ടുണ്ട്. ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസാണിത്. എന്തായാലും ഒരു 15 വർഷം കൊണ്ടുണ്ടായിരുന്ന ഒരു മാറ്റമാണിത്. ദെൻ USD/INR നോക്കുകയാണെങ്കിൽ 85.48 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇനി ഗ്ലോബൽ ഡാറ്റ ഇന്ന് റിലീസ് ആവാനുള്ള നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഡാറ്റ റിലീസ് ആവാനുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ളത് ഫെഡറൽ ഫിസിക്കൽ ഡിഫിസിറ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ, മാനുഫാക്ചറിങ് ഔട്ട്പുട്ട്, മന്ത് ഓൺ മന്ത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് USD, ഫോറിൻ ഡെറ്റ് USD, ട്രേഡ് ബാലൻസ് USD, അതേപോലെ RBI മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ. ഇത്രയും ഡാറ്റ ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളതാണ്. അതേപോലെ US എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ചിക്കാഗോ PMI, ഡെല്ലാസ് ഫെഡ് മാനുഫാക്ചറിങ് ബിസിനസ് ഇൻഡെക്സ്, ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇയർ ഓൺ ഇയർ, ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ, GDP ഇയർ ഓൺ ഇയർ, UK എന്നുള്ളതാണ് ഇതെല്ലാം. അതായത് ഫസ്റ്റിൽ പറഞ്ഞ രണ്ടെണ്ണം ചിക്കാഗോ PMI, ഡെല്ലാസ്, ഇത് രണ്ടാണ് US നിന്ന്. ഇനിയുള്ളതെല്ലാം UK നിന്നാണ്. ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇയർ ഓൺ ഇയർ, ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. ദെൻ UK GDP ഇയർ ഓൺ ഇയർ, UK GDP ക്വാർട്ടർ ഓൺ ക്വാർട്ടർ, അതേപോലെ UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കൺസ്യൂമർ ക്രെഡിറ്റ്. ഇത്രയും ഡാറ്റ ആണ് ഇന്ന് പുറത്തിറങ്ങാനുള്ളത്. മാർക്കറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അതിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നുമില്ല. അതേപോലെ FNO ബാനിലും ഇന്ന് ഒരു സ്റ്റോക്കുകളും ലിസ്റ്റ് ചെയ്ത് വന്നിട്ടില്ല, കാരണം എക്സ്പയറി കഴിഞ്ഞതേ ഉള്ളൂ.
ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1397 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 588 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 808 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ FMCG, IT, അതേപോലെ റിയാലിറ്റി, ഈ 3 നെഗറ്റീവിലാണ് അവസാനിച്ചത്. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF പെർഫോമൻസിൽ ഗോൾഡ് ബീസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് അവസാനിച്ചത്. ഗോൾഡിൻ്റെ പ്രൈസ് കുറഞ്ഞതുകൊണ്ട് തന്നെ 1.76% അത് ഇടിഞ്ഞിട്ടുണ്ട്. ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ തോമസ് കോട്ട്, GVP ഇൻഫോടെക്, ഇന്ദ്രപ്രസ്ഥ, NDR ഓട്ടോ, കോമ്പൻ, പ്രൈം ഫോക്കസ്, ലോയിഡ് സെൻറ്റർ, സ്റ്റീൽ എക്സ്ചേഞ്ച്, ഹബ് ടൗൺ, രാജദർശൻ ഇൻഡസ്ട്രീസ്, ബാങ്ക് ഓവർസീസ്, ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. സെല്ലേഴ്സിൻ്റെ മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഇന്ത്യ, ഇലക്ട്രോതം, രാജശ്രീ പോളിപ്പ, ഗ്ലോബൽ വെക്ട്ര, സുപ്രീം ഹോൾഡിംഗ്, ബോധി ട്രീ മൾട്ട്, തമിഴ് ടെലികോം, നർമ്മദ, അഗ്രോബാസ്, ഡൈനാമിക് കേബിൾസ്, ഓഷ്യ ഹൈപ്പർറിറ്റ, ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ഈ ലിസ്റ്റ് ഇതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നറിയുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. അറിയാത്തവർ ദയവായിട്ട് ഇതങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടേക്കുക. ദെൻ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 61 പോയിന്റ്, ഇൻട്രാഡേയിൽ 61 പോയിന്റിൽ മുന്നേറ്റത്തിൽ 25,637 ക്ലോസ് ചെയ്തത്. ദെൻ ഈ ആഴ്ചത്തെ പെർഫോമൻസ് ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, സോ ഒന്നും കിട്ടിയിട്ടില്ല. ഈ മാസത്തേക്ക് ഇപ്പോൾ 968 പോയിന്റിൻ്റെ മുന്നേറ്റത്തിൽ നിഫ്റ്റി 24,637 നിൽക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം കൂടി ഉണ്ട്. ഇന്നത്തെ ക്ലോസും കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും അറിയാൻ സാധിക്കും. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 1.30 ആണ്. ഇത് ക്ലിയർലി ബുള്ളിഷാണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 25,550 1,52,000 ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,500 അതായത് ഒരു 50 പോയിന്റ് ഡിഫറൻസിൽ 1,69,000 പുട്ട് റേറ്റിംഗ് ഉണ്ട്. അതായത് ഒരൊറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി വിക്സ് നോക്കുകയാണെങ്കിൽ 12.39 ഇൻട്രാഡേ ട്രേഡേഴ്സിന് പറ്റിയതാണ്. സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് 25,637 26,200 സംതിങ്ങിലാണ് ഓൾ ടൈം ഹൈ ഉള്ളത്. ഒരു 600 പോയിന്റ് 2-3 ദിവസം കൊണ്ട് ഇത് ഓടിക്കയറാവുന്നേ ഉള്ളൂ. ഇന്നത്തേക്കുള്ള ഡാറ്റ CPR നോക്കുകയാണെങ്കിൽ 25,621, 605, 589. അപ്പോൾ 32 പോയിന്റിൻ്റെ ഗ്യാപ്പിലാണ് CPR കിടക്കുന്നത്. റാസ് ലെവൽസിൻ്റെ നോട്ട് റേറ്റ്സ് നോക്കുകയാണെങ്കിൽ 25,606, അതേപോലെ 590. അതായത് CPRൻ്റെ ബോട്ടം സൈഡിലാണ് നമ്മുടെ റാസ് ലെവൽസിൻ്റെ നോട്ട് റേറ്റ് സോൺ ഉള്ളത്. സോ മാർക്കറ്റ് ബുള്ളിഷ് ആവാനാണ് സാധ്യത. ദെൻ ഇന്ന് 25,621 നമുക്ക്, അതായത് 589 മുതൽ 621 വരെയുള്ള 30 പോയിന്റാണ് നമ്മുടെ നോട്ട് റേറ്റ് സോണായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. സോ 621 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 806, ഏകദേശം 185 പോയിന്റിൻ്റെ മുകളിലോട്ടുള്ള ഒരു യാത്രയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അഥവാ 25,589 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 25,469, അതായത് 120 പോയിന്റ് താഴോട്ടോ പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ 25,500 എന്നുള്ളത് ഒരു സപ്പോർട്ട് ലൈനായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ 25,590 കട്ട് ചെയ്ത് താഴോട്ട് വരുമ്പോൾ 25,500 വെച്ചിട്ട്, അല്ലെങ്കിൽ 25,500 ഒരു സ്പൈക്ക് വന്ന് 469 ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് നേരെ മുകളിലോട്ട് കയറി പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നതായിരിക്കും. സോ സേഫായിട്ട് ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റബിൾ ആവുക. എന്തായാലും ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് പരമാവധി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഈ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യണം എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്.